അവധിക്കാലം ആഘോഷിക്കുവാനും ആസ്വദിക്കാനും ഉപയോഗിക്കുവാനും ഓരോ തരത്തിൽ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥിരമായ ജോലി, സ്ഥിരമായ പഠനം, അതിൻ്റെ ഇടയിൽ വീണ് കിട്ടുന്ന അവസരങ്ങളാണ് അവധി. നമ്മുടെ അവധികൾ എങ്ങനെയാണ് ഉപയോഗിച്ചത്? നമ്മൾ സാധാരണക്കാരാണ്. ഇവിടെ അടുത്തൊന്നും വലിയ വലിയ പരിപാടികളൊന്നുമില്ല. എന്നാൽ നമ്മുടെ പരിസരത്തു കൂടി ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ മേലോട്ട് പോകുന്നു. അവിടെ ഉള്ളവർ വേറെ എവിടേക്കെങ്കിലും പോകുന്നുണ്ട്. ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്ത് ക്ഷീണിക്കുക, പൈസ ചെലവാകുക, ഭക്ഷണം കേടുള്ളതുമല്ലാത്തതുമൊക്കെ പലയിടത്തുനിന്നും കഴിക്കുക, പല ആവശ്യങ്ങളും അനാവശ്യങ്ങളും കാണുക, സാധനം വീട്ടിൽ വന്ന് കൊയങ്ങുക. എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പലപ്പോഴും കുറച്ച പറയാനുണ്ടാവുള്ളൂ. ഒരുപാട് മരണങ്ങൾ, ടൂറ് പോയി ഒരുപാട് മരണങ്ങൾ, പോയ മാതിരി തിരിച്ചു വരുന്നില്ല, അപകടങ്ങൾ, അറിയാത്ത സ്ഥലങ്ങൾ, അറിയാത്ത വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ വേദിയിൽ വെച്ച് കേട്ട കാര്യങ്ങളാണ്. എന്നാൽ ഇസ്ലാം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് കുടുംബ സന്ദർശനമാണ്, രോഗസന്ദർശനങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. അധികം ആളുകളും ചതിയിൽപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അസ്സിഹത്തു, ആരോഗ്യം, വൽ ഫറാഗ്, ഒഴിവ് സമയം. എന്താ? ഒന്നുമില്ല. എന്താ ഇവിടെ ഇരിക്കണം? ഒന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ അങ്ങാടിയിലേക്ക് അങ്ങ് ഇറങ്ങുന്നു, കുപ്പായം മാറ്റിയിട്ട് ചില ആൾക്കാർ. എന്നിട്ട് അവിടെ അങ്ങനെ ഊപാലങ്ങളിലോ കടത്തിണ്ണകളിലോ റോഡ് സൈഡിലോ അങ്ങനെ ഇരിക്കുന്നു, വർത്താനം പറയുന്നു, പിന്നെ കൊയങ്ങുമ്പോൾ മടങ്ങി വരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലാത്ത അവസ്ഥയുണ്ട്. എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല. അങ്ങനെ എന്താ? ഒന്നുമില്ല. അങ്ങനെയല്ല. നമ്മൾ സീരിയസ് ആണ്. കാരണം നമുക്കൊരായുസ്സേ ഉള്ളൂ, അല്പ ദിവസമേ ഉള്ളൂ, അല്പ സെക്കൻഡേ ഉള്ളൂ, അല്ലെങ്കിൽ മണിക്കൂർ, ദിവസം, ആഴ്ച ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഏതായിരുന്നാലും യാതൊരു കുറവുമില്ലാത്ത ഒരു ജീവിതം വരാനുണ്ട്. ഇവിടെ എന്തായാലും ആ കുറവ് കാണും. കൊയങ്ങും, രോഗം, അപകടങ്ങൾ, ഒന്ന് വീണ് കയ്യും കാലും മുറിയ, അങ്ങനെ പല പരിപാടി ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണ്, ദഹിക്കൂല എല്ലാം. അതായത് എന്താ കാരണം? നമുക്ക് ഇവിടെ ദഹിക്കാത്തത് എന്താ? മുഴുവൻ എന്താ? തുമ്മൽ വരുന്നത്? എന്താണ് അസുഖങ്ങൾ വരുന്നത്? അപ്പോ നമ്മൾ പരലോകവാസികളാണ്. ഇഹലോകത്തിന്റെ വസ്ത്രം ധരിച്ച പരലോകവാസികളാണ് നമ്മൾ. പരലോകത്തേക്ക് പോകാനുള്ളവരാണ്. നമ്മളെ ഇവിടേക്ക് വേണ്ടി പടച്ചതല്ല. നമ്മുടെ സ്ഥലം ഇവിടെയല്ല. ലഹിയൽ ഹയവാൻ, അതാകുന്നു ജീവിതം എന്ന് പറഞ്ഞു. ഇത് ജീവിതമല്ല ശരിക്കും. അള്ളയാണ് പറയണത്. പിന്നെ ദാറൽ ആഖിറത്ത, പരലോകമുണ്ടല്ലോ, ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. അപ്പൊ യഥാർത്ഥമായ ജീവിതം അതായതുകൊണ്ട് ഇവിടെ നമുക്ക് പിടിക്കണില്ല. വഴുതുക, വീഴുക, അപകടങ്ങൾ, നഷ്ടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. എന്നാലോ ഈ ലോകം അല്ലാഹു കനിഞ്ഞരുളിയത് ലിനബ്ലുവഹും എന്ന് വലിയ ചോദ്യമല്ലോ, ലിനബ്ലുവഹും, പരീക്ഷിക്കാനാണ്. ഇന്നാ ജഅൽനാ മഅലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും, പരീക്ഷിക്കാനാണ്. അപ്പോ പരീക്ഷാ ഹാളിലെ സൗകര്യം നോക്കിക്കല്ലുണ്ടോ? എക്സാം ഹാളിൽ പോയാൽ വേഗം പരീക്ഷ എഴുതി പോരുക എന്നുള്ളത് വേറെ എന്തെങ്കിലും നോക്കലുണ്ടോ? ഇല്ല. ഇന്റർവ്യൂവിന് സ്ഥലത്ത് എന്നാൽ അവിടെ അതുണ്ടോ ഇതുണ്ടോ, അവിടെ അതില്ലല്ലോ കംപ്ലൈന്റ് പറഞ്ഞിരിക്കലുണ്ടോ? ഇല്ല, വേഗം പോയിട്ട് പോരുക അല്ലേ? അപ്പൊ നമുക്കെന്താ കാരണം? നമുക്ക് പരലോകത്ത് പോകാണ്ട്, നമുക്ക് സ്വർഗം കിട്ടാണ്ട്, നമുക്കത് കിട്ടണം. നമ്മൾ അവിടേക്കുള്ളവരാണ്. അതുകൊണ്ട്
ആ സ്ഥലത്തേക്കുള്ള യാത്രക്ക് വേണ്ട പോലെ ഒരുങ്ങണം. അതിനുള്ള പൈസ വേണം, അതിനുള്ള സമയം വേണം, അതിനുള്ള അധ്വാനം വേണം. പേപ്പറൊക്കെ ശരിയാക്കണം. ഗൾഫിൽ പോണ പോലെയല്ല, പേപ്പറൊക്കെ ശരിയാക്കണം. ചെറിയൊരു കുറവ് വന്നാൽ ചിലപ്പോൾ അവിടെ എത്തിയില്ലാന്ന് വരും. ഇതങ്ങനെയല്ല. ഇവിടെ വല്ല എയർപോർട്ടിൽ വല്ല പ്രശ്നം വന്നാൽ അത് പറഞ്ഞ് ശരിയാക്കാൻ ട്രാവൽസുകാരോ വേണ്ടപ്പെട്ടവരോ അധികാരികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോ പരലോകയാത്ര അങ്ങനെയല്ല. അപ്പൊ നമുക്കൊരു വലിയ യാത്ര പോകാനുണ്ട്, അത് പോയേ വെക്കൂ. ഞാനില്ല എന്ന് പറഞ്ഞാലും ശരിയാവൂല. നിരീശ്വരവാദി പറയും ഞാനില്ല, പക്ഷെ പോയേ വെക്കൂ. ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയും അവിടെ ഉസ്താദ് ഉണ്ടാവും, അവിടെ ഓറുണ്ടാവും, സ്വാമി ഉണ്ടാവും കഴിച്ചിലാക്കാൻ. അതുമില്ല. നമുക്കതറിയാം. നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ സ്വർഗം നമ്മൾ വിചാരിച്ചാൽ തന്നെ കിട്ടുള്ളൂ. നരകം കിട്ടാൻ പിന്നെ വിചാരിക്കൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ആയാലും മതി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള യാത്ര, ഒഴിവ് സമയം, ആരോഗ്യം, ഇത് രണ്ടും ആളുകൾ ചതിയിൽപ്പെട്ട വിഷയമാണെന്ന് മുത്തുനബി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പെട്ടോ ഇല്ലേ? നമ്മൾ ആരോഗ്യം ചതിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ആരോഗ്യം വെറുതെ പോണ്ടോ? ആരോഗ്യത്തിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇന്നത്തെ ആവശ്യത്തിനുള്ള ഭക്ഷണം. ഇന്ന് നമുക്ക് മെയ്യനങ്ങാൻ വേണ്ടിയുള്ള കലോറി, അതിനാവശ്യമായ ഭക്ഷണങ്ങൾ, അത് ഇന്നത്തോടുകൂടി കഴിഞ്ഞു. നാളെ വേറെ വേണം, മറ്റന്നാൾ വേറെ വേണം, വേണ്ടേ? രണ്ട്, നമ്മുടെ തടിയിൽ നിൽക്കണേ കുറെ കാലമായി നിൽക്കുന്ന വസ്തുക്കൾ. ഉമ്മാന്റെ മുലപ്പാല് മുതൽ ഇതുവരെയുള്ളത് നമ്മളെ മേത്തുണ്ട്. അത് മരണം വരെ ഉണ്ടാകും വേണം. എന്നാൽ അത് മാത്രല്ല നമ്മളെ ശരീരം. പിന്നെയോ അനന്തവിശാലമായ അറ്റമില്ലാത്ത സ്വർഗത്ത് പോകാനുള്ളതും ഈ തടിയാണ്, അല്ലേ? അതുകൊണ്ട് ഈ തടിയിൽ വേണ്ടാത്തതൊന്നും കേട്ടണ്ട. പലിശ, കൈക്കൂലി, സ്ത്രീധനം, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, തട്ടിപ്പ്, വെട്ടിപ്പ്, അങ്ങനെ ഒന്നും വേണ്ട. അതിലൊന്നും മാന്തണ്ട. വെറുതെ കിട്ടുകയാണെങ്കിൽ ശരി, ആവശ്യത്തിലപ്പുറം തണ്ട. കല്യാണപ്പരിയിലൊക്കെ പോയാലുണ്ട് ഒന്ന് ആഞ്ഞു ഒരുങ്ങി ഒരു തീറ്റ ചില ആൾക്കാർ. അതൊന്നും വേണ്ട. പള്ള നമ്മളതാണ്, ചോറ് വലുതാണെങ്കിലും. അതിനാൽ പരലോകത്തേക്ക് പോകാനുള്ള ഈ തടിയാണെന്നുള്ള ഓർമ്മ വേണം. ശരി, അപ്പൊ നമ്മുടെ ആരോഗ്യം. രണ്ടാമത് സമയം, ഒഴിവ് സമയം. ലേശൊന്ന് ഒഴിവിട്ടിയ എന്താ പരിപാടി? കുറച്ച് സമയമുണ്ട്, അപ്പൊ എന്താ ചെയ്യാ? ഓരോ രീതിയിലുമാണ് ആളുകൾ അത് കൈകാര്യം ചെയ്യുന്നത്. രണ്ട് വർത്താനം പറയാ, എന്താ പറയണ? ഒന്നുമില്ല, ഉള്ളി ഒലിച്ചു പോയി, അവസാനം ഒന്നും ബാക്കി ഉണ്ടാവൂല. അങ്ങനെയല്ല, സീരിയസ് ആയിട്ട് തമാശ പറയാം. അതുണ്ടാകണം, കാര്യമാണ്. തമാശ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ കഴിയണം, ആരോഗ്യം ഉണ്ടാകണം. കാര്യം പറയുമ്പോഴും തന്നെ കടിച്ചാപ്പറിച്ചിയാകരുത്, കീറാമുട്ടിയാകരുത്. മനസ്സിലാകുന്ന കാര്യങ്ങൾ, ആളുകൾക്ക് ഇഷ്ടം ഉണ്ടായില്ലെങ്കിലും ശരി മനസ്സിലാകുന്ന കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോ അബൂലഹബ് പറഞ്ഞില്ലേ, തബ്ബൻ, നിനക്ക് നാശം. പറഞ്ഞ കാര്യം എന്താ? തൗഹീദാണ്, അല്ലേ? സാരല്ല, പിന്നെ ശരിയായിക്കോളൂ. അതുകൊണ്ട് ഒഴിവ് സമയം നമ്മൾ എന്തിന് ചെലവഴിക്കണം എന്ന് ആലോചിക്കണം. നാളെ ഒഴിവാണ്, ഇന്ന് വൈകുന്നേരം ഒഴിവാണ്. പെട്ടെന്നൊരു ബന്ധുണ്ടായി, ഹർത്താലുണ്ടായി. പിശാജ് മനുഷ്യരോട് പറഞ്ഞു, നാളെ ആരും റോട്ടിലിറങ്ങണ്ട, ഞങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാണ്ട്, ഞങ്ങൾക്ക് കുറച്ച് അവകാശം നേടാണ്ട്. ഇമാത്തത്തുല്ലദാനി തരീഖ് സ്വദഖ, റോഡിലെ ബ്ലോക്ക് നീക്കം ചെയ്യലാണ് ധർമ്മം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ പറയാണ്, നാളെ ആരും പുറത്തിറങ്ങണ്ട, നാളെ സ്കൂളിൽ വരണ്ട, കട തുറക്കണ്ട, ഓട്ടോറിക്ഷ ഓടണ്ട. അവർ ഗവൺമെന്റാണോ? അല്ല. അവർ പോലീസാണോ? അല്ല. പിന്നെയോ മനുഷ്യന്മാരതൊക്കെയാണ്. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത സംഘടനയിൽ മെമ്പറാണെങ്കിൽ മീറ്റിങ്ങിൽ നിങ്ങൾ പറയണം, ഞങ്ങൾ അതിന് കിട്ടൂല. കാരണം മുത്തുനബി പറഞ്ഞിട്ടുള്ളത് ഇമാത്തത്തുല്ലദാനി തരീഖ് സ്വദഖ, റോഡിലെ ബ്ലോക്ക് നീക്കം ചെയ്യലാണ് ധർമ്മം എന്നാണ്. അപ്പോ ഒഴിവ് സമയം നമ്മൾ എന്തിന് ചെലവഴിക്കണം?
ഏപ്രിൽ മെയ് സ്കൂൾ അവധിയാണ്. അപ്പൊ ആ കുട്ടികൾക്ക് സമ്മർ വെക്കേഷൻ ക്ലാസ്സുകൾ എവിടെയുള്ളത്? എവിടെയാണ് ലേണിംഗ് ക്ലാസ്സുകൾ ഉള്ളത്? അവിടെ നമുക്ക് കുട്ടികളെ പറഞ്ഞേക്കണം. താല്പര്യം ഉണ്ടാവും, ബാപ്പിയല്ലേ പറയണത്, താല്പര്യപ്പെട്ടോളൂ. അപ്പൊ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഒഴിവുള്ള ആളുകൾക്ക് കൊത്തിങ്കളച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പെരപ്പണിയൊന്ന് പൂർത്തിയാക്കാനുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നുള്ളത് എന്താണ്? കുടുംബ സന്ദർശനമാണ്, സ്നേഹ സന്ദർശനമാണ്. അറിവുള്ള ആളുകളുടെ അടുക്കലേക്ക് പോവുക, അറിവിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോവുക. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ചൊരു വഴിക്ക് പോയാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അല്ലാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിലെ 2699 ഹദീസിൽ. യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈഇൻ. എല്ലാ ജീവജാലങ്ങളും പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി. കോടിക്കണക്കിന് ജീവജാലങ്ങൾ, ഹത്തൽ ഹിതാൻ ഫിൽ ബഹർ, കടലിലെ മീനുകൾ അടക്കം, വൻ ഹത്തൽ നംലതു ഫീ ജുഹ്രിഹാ, മാളങ്ങളിലെ ഉറുമ്പുകൾ അടക്കം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, നമ്മൾ അറിവന്വേഷിച്ച് പോകുമ്പോ, ദീനീ ക്ലാസ്സുകൾക്ക് പോകുമ്പോ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആലോചിക്കുക. മസ്ജിദിൽ ഒരു ക്ലാസ് 5 മിനിറ്റ് മതി. അങ്ങനെ അതെല്ലാ ദിവസവും ഉണ്ടാകണം. അതിന് പുറമെ സ്പെഷ്യലായിട്ട് വെക്കേഷനിൽ ഖുർആനൊക്കെ ഒന്ന് വായിക്കാൻ പഠിക്കാൻ, ഹദീസ് ഒന്ന് വായിക്കാൻ പഠിക്കാൻ, അറബി ഭാഷ ഒന്ന് പഠിക്കാൻ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തിയത് നല്ലതാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള യാത്ര, കുടുംബ സന്ദർശനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായിട്ട് ഇമാം മാലിക്കിന്റെ മുവത്തയിലെ 1779 ഹദീസ്, വജബത്ത് മഹബ്ബതി, എന്റെ സ്നേഹം നിർബന്ധമായി നൽകും, അലൽ മുതഹാബ്ബീന ഫിയാ, എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക്, വൽ മുതസാവിരീന ഫിയാ, എന്റെ പേരിൽ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണുന്ന ആളുകൾക്ക്, സന്ദർശിക്കുന്ന ആൾക്കാർക്ക്, വൽ മുതജാലിസീന ഫിയാ, അടുത്തിരിക്കുന്ന ആൾക്കാർക്ക്, വൽ മുതബാദിലീന ഫിയാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കണ വാങ്ങണ ആൾക്കാർക്ക്, ഒരു കട്ടൻ ചായ, ചോറ്, ഒരു നാരങ്ങുള്ളം ഇല്ലേ, എന്തെങ്കിലും ഒരു പുസ്തകം, എന്തെങ്കിലും ഒരു സമ്മാനം ഒക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് എന്റെ സ്നേഹം നിർബന്ധമായും നൽകുമെന്നത് അല്ലാഹു അരുളിയതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചിട്ടാണ് ഈ 6236 ആയത്തുകൾ ഇറങ്ങിയത്. അവിടുന്ന് ചോദിക്കുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ജിബ്രീലേ, ഒന്നും ഇടക്കിടക്ക് ഒന്നും കൂടി വന്നാൽ എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു മോഹം. വഹി നല്ല കനാട്ടോ. വഹി ഇറങ്ങുമ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീവിന്റെ മടിയിൽ തല വെച്ച് കിടക്കുക, തൊടയല് പൊട്ടിപ്പോവോന്ന് തോന്നിയെന്നാ പറഞ്ഞു. അത്രയും കനണ്ട്. അതിങ്ങനെ വഹി ഇറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി പിടിച്ച് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ ശ്രമിക്കുകയാണ്, മനപ്പാടാക്കാൻ മറന്നുപോകുമെന്ന് വിചാരിച്ചു. അല്ലാഹു ആയത്തിറക്കി, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. നീ നാവ് ചലിപ്പിക്കേണ്ടതില്ല, അതൊക്കെ മനപ്പാടാകും, അത് പഠിപ്പിക്കും, ഇറക്കിത്തരും, അത് വിശദീകരിച്ചു തരും, അതൊക്കെ നമ്മുടെ കടമയാണ്. അല്ലാഹുവിനെ റസൂലിനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാലും ജിബ്രീലിനെ ഇടക്കിടക്ക് കാണുന്നു. റസൂലുള്ളാഹി വഫാത്തായ ശേഷം ഉമറുമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാറുള്ള കുടുംബക്കാരിയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു പോവുകയാണ് അവിടേക്ക്. അവര് പൊട്ടിക്കരയുന്ന രംഗം, വഹി നിലച്ചല്ലോ, ഇനി വഹി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ രംഗമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഒരാള് ദൂരൊരു നാട്ടിക്ക് ചെങ്ങായിനെ കാണാൻ പോവാ. അള്ളാഹു ഒരു മലക്കിനെ അയച്ചു. മുസ്ലിമിലെ 2567 ഹദീസ്. ആ മലക്ക് ചോദിക്കുകയാണ്, എങ്ങട്ടാ? അടുത്തൊരാളെ കാണാൻ പോവാ. എന്തേ, അവിടെ എന്തെങ്കിലും കിട്ടാണ്ടോ?
ഒന്നെങ്കിൽ നനക്കാൻ വല്ലതും കിട്ടാണ്ടോ, ഒന്നുമില്ല. അയാളെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോ മലക്ക് പറയാണ്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്, നിന്നെ അല്ലാഹു നിന്റെ അടുക്കലേക്ക് എന്നെ അയച്ചതാണ്. എന്തിന്? ബി അന്നല്ലാഹ ഖദ് അഹബ്ബക, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ. കമാ അഹ്ബബ്തഹു ഫീഹി, നീ അല്ലാഹുവിന്റെ പേരിലല്ലേ ആ ആളെ ഇഷ്ടപ്പെട്ടത്. ചെങ്ങായിന്റെ അടുത്ത് പോണതിന്റെ കഥ ഈ പറഞ്ഞത് എത്ര മഹത്തരമാണ്. ആ ചങ്ങാതി സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലോ, കുടുംബക്കാരാണെങ്കിലോ 70,000 മലക്കുകളാണ് രോഗം സന്ദർശിക്കുന്ന ആളുടെ കൂടെ ഉണ്ടാകുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ. വൈകുന്നേരമാണെങ്കിൽ നേരം വെളുക്കോളം നമ്മളെ കൂടെ. അപ്പൊ എവിടെ രോഗമുണ്ടെന്ന് കേട്ടാലും ഒന്ന് പൊയ്ക്കോളി കേട്ടോ. അവിടെ പോയിട്ട് ആ രോഗം ഉണ്ടായി മരിച്ചോലെ കഥയൊന്നുമല്ല പറയേണ്ടത്, ജീവിച്ചിരിക്കണോലെ കഥയെ പറയേണ്ടത്. അവരെ ക്ഷീണിപ്പിക്കാനല്ല നമ്മൾ പോണത്. എന്തു പറ്റി ആകപ്പാടെ മെലിഞ്ഞല്ലോ എന്ന് ആരോടും പറയേണ്ട ആവശ്യമല്ല. തടിയൊക്കെ ഒന്ന് കുറച്ചില്ലേന്ന് ചോദിച്ചാൽ മതി പോരെ. എന്തിനാ ആൾക്കാരെ വിഷമിപ്പിക്കണത്? ചില ആളുകളൊക്കെ ചെന്നിട്ടാണ് വീഴുക മേലക്ക്. അങ്ങക്ക് എന്തേ പറ്റി? അല്ല എന്റെ നാത്തുങ്ങൾക്കൊന്നും തിന്നാൻ തരലില്ലേ? അങ്ങനെ ഒരു കുത്തോടെ. അതൊന്നും ആവശ്യമില്ല. പോയാ സമാധാനം ഉണ്ടാകണം, നമുക്കും സമാധാനം ഉണ്ടാകണം. വിഷമുണ്ടാവും, കാരണം അസുഖാണല്ലോ. എന്നാലും നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കണം. തീരെ മധുരം കഴിക്കാൻ പറ്റാത്ത ആൾക്ക് ഒരു ചോട് ബത്തക്കിയും മറ്റൊക്കെ നീട്ട് പോകലുണ്ട് ചിലര്. അങ്ങനെയല്ല, അതവിടെ എന്താ വേണ്ടത് നോക്കണം. അവിടെ ആരാ തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കണത് അവരോട് ചോദിക്കണം. ആവശ്യമുള്ളത് അറിയെങ്കിൽ അതനുസരിച്ച് പോകണം, അല്ലാതെ ഒരു കാട്ടിക്കൂട്ടലൊന്നും അല്ല. അപ്പോ സന്ദർശനത്തിന്റെ, കുടുംബ സന്ദർശനത്തിന്റെ, അതുപോലുള്ള സന്ദർശനത്തിന്റെ മഹത്വമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, ലോക സന്ദർശനത്തിന് പോകുമ്പോ ഒരു വിളിയാളം അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയും, തിപ്ത, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. നീ നടന്നു പോകുന്ന സ്ഥലം അടക്കം നന്നായിരിക്കുന്നു. സ്വർഗത്തിൽ അള്ളാഹു നിനക്ക് വേണ്ടി ഒരു വീടൊരുക്കി വെച്ചിരിക്കുന്നു. കുടുംബ സന്ദർശന. എത്ര ആൾക്കാർ സുഖമില്ലാതെ കിടക്കണം. വല്യപ്പ, വല്യമ്മ, കളാപ്പ, മൂത്താപ്പ, അമ്മാമൻ, അങ്ങനെ അയൽവാസികൾ, നാട്ടുകാർ, വീട്ടുകാർ എല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല്ല സ്വർഗത്തിന്റെ ആൾക്കാർ ആരൊക്കെയെന്ന് പറഞ്ഞു തരട്ടെ. അതിൽ ഒന്ന് വറജുലു യസൂറു അഹാഹു ഫീ നാഹിയത്ത്, അങ്ങേയറ്റത്ത് ഒരറ്റത്ത് ഉള്ള ഒരു സഹോദരനെ, സ്നേഹിതനെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന ആള്. ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ ആ ആള് സ്വർഗത്തിലാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് സ്നേഹം. സ്നേഹം തുറന്ന് പറയണം. അങ്ങനെയാണ് സ്നേഹം. ഉള്ളിലുണ്ട്, വേണം. ഉള്ളിലുള്ളത് പുറത്ത് പറയണം. ചില കുഞ്ഞുങ്ങളൊക്കെ, ചില മക്കളൊക്കെ നാട് വിട്ട് വയനാട്ടിക്കും പാലക്കാട്ടിക്കും ഒടുക്കുമ്പോഴൊക്കെ പോണെന്ന് കേൾക്കില്ലേ? എന്താ? ബാപ്പാക്ക് സ്നേഹമല്ല, ഉമ്മാക്ക് സ്നേഹമല്ല എന്ന് ചിലര് പറയുന്നു. എന്റെ ഭർത്താവിന് തീരെ എന്നോട് സ്നേഹമല്ല, മൊബൈലിനോടാ സ്നേഹം. ഭാര്യക്ക് വെറും അയലോക്കക്കാരിയോടാ സ്നേഹം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്നു. എന്താ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളുകയാണ്, അബൂദാവൂദ് 5125. എന്താ പറയുന്നത്? ഒരാളയിൽ എങ്ങനെ പോയപ്പോ സഹാബി റസൂലിനോട് പറയുന്നു, നബിയെ, അയാളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നീ അത് പോയി പറഞ്ഞോ? നീ അത് അറിയിച്ചോ? ഇല്ല. ചെല്ല്, എഴുന്നേൽക്ക്, ആളോട് പറ, നിനക്ക് അയാളോട് സ്നേഹമാണെന്ന് പറ. ചെന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അഹബ്ബകല്ലാഹു അല്ലദീ അഹ്ബബ്തനീ ഫീ, നീ എന്നെ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ പേരിലാണല്ലോ, അള്ളാഹു നിന്നെയും സ്നേഹിക്കട്ടെ, ആമീൻ. അപ്പൊ എന്താണ് സ്നേഹം? അറിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർമ ഖുത്ബ നടത്തുകയാണ്. പേരക്കുട്ടിയിൽ എങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ പേടിയ പോലെ കുട്ടിക്ക്. റസൂലുള്ളാഹി ഇറങ്ങിച്ചെന്ന് എന്നിട്ട് ആ കുട്ടിനെടുത്ത് ചുമലിൽ വെച്ച്. നമ്മളെ നാട്ടിലുള്ള ഈ കിതാബുകളൊന്നും നബി ഓതിയിട്ടില്ലല്ലോ. ചില ആൾക്കാർ പറയും അങ്ങനെ ആക്കാൻ പാടില്ല, അങ്ങനെ ആക്കാൻ പാടില്ല എന്നൊക്കെ. അതൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. സുജൂദ് തീർന്നില്ല.
സുജൂദ് തീർന്നില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു സഹാബത്ത്, എന്താ നബിയെ? അപ്പൊ പേരക്കുട്ടി ചുമലിരുന്നതാ. അപ്പൊ ആ കുട്ടിക്ക് മതിയാകണ വരെ ഞാൻ സുജൂദിൽ ഇരുന്ന് കൊടുത്തതാണ്. എന്താ കഥ? നോവല, നാടക, സിനിമ അല്ല, പിന്നെ ജീവിതമാണ്. ജീവിതമാണ്. സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കണം. സ്നേഹം ഉണ്ട് എന്ന് മനസ്സിലാവണം. ചില ആൾക്കാർ ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കും, കേണലിന്റെ മൈൻഡ്, പട്ടാളം, പോലീസുമായി ഉള്ളിൽ നല്ല സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷെ അതങ്ങ് തുറന്ന് പറഞ്ഞാ കുട്ടികള് അമിതമാകുമോ എന്നൊരു പേടി. കുട്ടികളും തന്നെ വാപ്പാനോടും ഉമ്മാനോടും സ്നേഹം ഉണ്ടെങ്കിലും എപ്പോഴും ഒരു വിലങ്ങത്തില് നെഗറ്റീവായി മാത്രം ചിലർ സംസാരിക്കും. എന്ത് പറഞ്ഞാലും എനിക്കാവൂല, പിന്നെ പോവും. ആദ്യത്തെ ഒരു വാക്ക് മോശമായ വാക്ക്. അങ്ങനെയല്ല, സ്നേഹം പ്രകടിപ്പിക്കണം, അത് പ്രചരിപ്പിക്കണം. അല്ലാഹുവേ, ഇതാ എന്റെ മക്കൾ, എന്റെ മകളുടെ മക്കൾ. അല്ലാഹുവേ, ഞാൻ അവരെ സ്നേഹിക്കുന്നു. അല്ലാഹുവേ, നീ അവരെ സ്നേഹിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളെ കൈപിടിച്ചുയർത്തിയിട്ട് മൈതാനത്ത് വെച്ച് പറയുകയാണ്. സ്നേഹം ഉണ്ടോ അത് ആൾക്കാർക്ക് മനസ്സിലാകണം. ഒന്ന് ചിരിച്ചൂടെ, ഒന്ന് ചിരിച്ചൂടെ, ഒന്ന് കൈ കൊടുത്തൂടെ? കൈ കുലുക്കൊന്നും വേണ്ടട്ടോ, ഷെയ്ക്ക് ഹാൻഡ് എന്നുള്ളതില്ല, കൈ കൊടുത്താൽ മതി. കൈവിന് രണ്ടാമതൊന്ന് തള്ളവിരല് പൊന്തിച്ചു പിടിക്കൊന്നും വേണ്ട. ഖിളിർ നബിക്ക് തള്ളവിരലില്ല എന്നൊരു വർത്താനുണ്ട്. ആരോ പറഞ്ഞതാണ്, നമുക്കറിയില്ല. അപ്പൊ അതാണോ ഈ ആള് എന്ന് അറിയിക്കാനാണോ എന്താ അറിയില്ല. രണ്ടാമതൊന്ന് കൈവിരല് പൊന്തിച്ചിട്ടൊരു കൊടുക്കല്, അതൊന്നും വേണ്ട, ഒരൊറ്റ കൈ കൊടുക്കല്. പിരിയണത് വരെ മലക്കുകൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് റസൂൽ ആദ്യം കൈ വലിക്കൂല. ഇതൊക്കെ പച്ചയായ സത്യങ്ങളാണ്. ഇതിനൊക്കെ നമുക്ക് സമയം ഉണ്ട്. ഉള്ളപ്പോൾ ഒന്ന് ചെയ്യണം. പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒന്ന് സലാം പറയാം. വലസലാം എന്നല്ല, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് നീട്ടിയിട്ട് ലേശം അധികം. എന്താ പതൊക്കെ? കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും അധികം കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅപ്പെട്ട. പലിശയാണെങ്കിൽ പോയിട്ടോ, പലിശ ചോദിക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും ഒക്കെ പോയി. അതല്ലാതെ സാധാരണ ഒരു 1000 റുപ്യ കടം വാങ്ങിയാൽ 1110, 1100, 1500 എന്തെങ്കിലും അധികം കൊടുക്കുന്നത്, അധികം ലേശം കൊടുക്കുന്നത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ് കേട്ടോ. അപ്പോ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ചോദിക്കണം കേട്ടോ. ഒന്നും മനസ്സിലാകാതെ ഇറങ്ങിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ പ്രചാരണം, സ്നേഹത്തിന്റെ പ്രകടനം അത് നമുക്ക് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സന്ദേശങ്ങളാണ്. അബ്ദി സാറഫിയ, അല്ലാഹു പറഞ്ഞതായി റസൂൽ പറയാണ്, അബ്ദി സാറഫിയ, എന്റെ അടിമ എന്റെ പേരിൽ അവനെ സന്ദർശിച്ചിരിക്കുന്നു. വഅലയ്യ ഖിറാഹു, ഓനെ സൽക്കരിക്കല്, അവളെ സൽക്കരിക്കല് എന്റെ കടമയാണ്. ചങ്ങാതിമാരെ, കുടുംബത്തെ സന്ദർശിക്കാൻ പോണ ആളെ കുറിച്ച് അല്ല പറയാം, എന്റെ പേരിൽ അതാ അവൾ ഒരാളെ സന്ദർശിക്കാൻ പോകുന്നു. അലയ്യ ഖിറാഹു, ആ ആൾക്ക് സൽക്കാരം കൊടുക്കൽ എന്റെ കടമയാണ്. അല്ലാഹു അക്ബർ. അങ്ങനെ സ്വർഗമല്ലാതെ ഒന്നും എനിക്ക് കൊടുക്കാനില്ല, അതിന്റെ പേരിൽ സ്വർഗം. അതുകൊണ്ട് പോരായ്മകൾ നിറഞ്ഞ, കുറവുകൾ നിറഞ്ഞ ഇബാദത്തുകളും അറിവുകളുമുള്ള നമ്മൾ തികക്കാൻ, പൂർത്തിയാക്കാൻ, നിറക്കാൻ ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. സന്ദർശനം അവർക്കും നമുക്കും ഭാരമാകരുത്. റസൂലുള്ളാഹി പറയാണ്, തസുർ ഗിബ്ബൻ തസിദു ഹുബ്ബൻ, ഇടക്കിടക്ക് സന്ദർശിച്ചാൽ മതി, അപ്പൊ സ്നേഹം കൂടും. എന്നിങ്ങനെ പോയാൽ ശല്യവും. അപ്പൊ എന്താണ്? ആ നല്ല ഫ്രഷ്നെസ്, ആ നല്ല സന്തോഷം, ആ
ആ പുതുമ നിലനിർത്തുന്ന വിധത്തിൽ ഇടക്കിടക്ക് പോകലും വരലുമാക്കണം എന്നർത്ഥം. എപ്പോഴും സന്ദർശിക്കുന്ന സ്ഥലം അത് മസ്ജിദ്. അതിന് മസ്ജിദിനും മടുക്കൊന്നുമില്ല. പക്ഷെ നിസ്കരിച്ച് കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാൻ പെരിയിൽ പോകണം കേട്ടോ. ഇവിടെ അങ്ങനെ വെറുതെ കുത്തിരിക്കരുത്. അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ വെറുതെ അങ്ങനെ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. അത് റമളാനിൽ 10 ദിവസമുള്ളൂ. പിന്നെ നിസ്കരിക്കാൻ പോന്നിട്ട് രാവിലെ നിസ്കരിക്കാൻ പോന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ചെല്ലുക, കാണാനില്ല. ഓളോട് മുപ്പത്തിയോട് ചോദിച്ചോ പറയാം, കാണാനല്ലേ എവിടെ പോയതാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു അന്തം വിട്ട് പിടുത്തം വിട്ട പോക്കല്ല പോണ്ടത് കേട്ടോ. അപ്പൊ നമ്മളെ സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞേ, വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചാൽ 25 ഇരട്ടി കൂലിയാ എല്ലാ സുന്നത്തും. ഇവിടെ വന്ന് നിസ്കരിക്കേണ്ടത് തഹിയ്യത്ത്, തറാവീഹ്, പിന്നെ മറ്റേതെങ്കിലും മഴക്ക് വേണ്ടിയുള്ള നിസ്കാരമോ മയ്യത്ത് നിസ്കാരമോ ഒക്കെ ഉണ്ടെങ്കിൽ അത്. മുമ്പും ബിമ്പുമുള്ള എല്ലാ നിസ്കാരവും പെരീന്നാണ് സുന്നത്ത്. അപ്പൊ എന്താ, വീടുമായി നല്ല ബന്ധം വേണം. എപ്പോഴും കറക്കാം. ഒരു പെണ്ണിനോട് വിശ്വാസം ചോദിച്ചു, ഇന്ന ആളെ എനിക്ക് പറ്റുമോ? അയാളെ പറ്റൂല. എന്താ? അയാളെ കയ്യിൽ എപ്പോഴും വടി ഉണ്ടാവും, എപ്പോഴും യാത്രയാണ്, എപ്പോഴും ടൂറാണ്. അതൊരു മെച്ചപ്പെട്ട കാര്യമല്ല. വീട്ടിലുണ്ടാകണം. ശരി, അപ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് ഉഷാറാക്കണം എല്ലാ ബന്ധവും. അത് അള്ളാഹുവിനോടുള്ള അടുപ്പമാണ്. എല്ലാ കുടുംബക്കാരും. ചില ആൾക്കാർ പറയും, കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മളെ വീട്ടിൽ വരാത്ത ആരോ ഉണ്ടോ? കഴിഞ്ഞ പെരുന്നാൾക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടോ? ചില ആൾക്കാർ പറയും, എവിടെ പോയാലും ശരി എളാപ്പാന്റെ പടിക്ക് കയറരുത്, കയ്യും കാലും അച്ചൊടിക്കും. അങ്ങനെ കുടുംബങ്ങളോടാണ് ഏറ്റവും വലിയ ദേഷ്യം. ഉമ്മാനോടാ ഏറ്റവും വലിയ ദേഷ്യം, ബാപ്പാനോടാ ഏറ്റവും വലിയ ദേഷ്യം. അങ്ങനെയാണ് ഉമ്മാനെയും ബാപ്പാനെയൊക്കെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ട് മക്കളെ, മാതാപിതാക്കളുടെ കാൽച്ചോട്ടിലാണ് സ്വർഗം. ബാപ്പിയും മീം സ്വർഗത്തിന്റെ നടുവിലത്തെ വാതില, അത് അടക്കരുത്. സ്നേഹത്തിൽ ചാലിച്ച, എന്നാൽ ജമാഅത്തിന് പങ്കെടുക്കണം, കറക്റ്റ് നിസ്കരിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ അടി കൊടുക്കണം. ഈ മക്കളൊക്കെ 10 വയസ്സായിട്ട് നിസ്കരിക്കണില്ലെങ്കിൽ നല്ല പെട കൊടുക്കണം. പക്ഷേ മുറിവാകരുത് കേട്ടോ. ഏതെന്താണ്, നിങ്ങളെ പല്ലും കേടരുത്, നിങ്ങളെ പല്ല് കേടുവരരുത്. പല്ല് തിമ്മിയിട്ട് ദേഷ്യം പിടിച്ചിട്ടല്ല, സ്നേഹത്തിലാണ് അടി കൊടുക്കേണ്ടത് കേട്ടാ. മക്കളൊക്കെ പറഞ്ഞു കൊടുക്കണം വാപ്പാക്കും ഉമ്മാക്കും. ദേഷ്യം പിടിച്ചടിക്കുമ്പോൾ ഇങ്ങനെയല്ല അടിക്കേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അടിക്കുന്നത് വേദനിക്കാനാണ്, ദേഷ്യം മാറാനല്ല. കൊടുക്കുന്നവന് എന്നാ ചായ ഒറ്റ വെക്കല്, ചായ പൗടി പുറത്ത്, അങ്ങനെയല്ല. ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യം പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. പിരീഡാവുമ്പോ ചില പെണ്ണുങ്ങൾക്കുണ്ടൊരു ഒന്നായിട്ട് കേറല്. അപ്പൊ എന്താ പറയാന്നറിയില്ല. അപ്പൊ ആ സമയം, ആർത്തവ സമയം, സ്ത്രീകളെ കുറിച്ച് നമ്മൾ നല്ലത് വിചാരിക്കണം. അവരറിഞ്ഞുകൊണ്ടല്ല, അവർ ആഗ്രഹിച്ചുകൊണ്ടല്ല പറയുന്നതും ചെയ്യുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മക്കളെ ഈ ടീനേജ് പ്രായത്തിൽ ചിലപ്പോൾ തട്ടുത്തരം പറയും, തർക്കുത്തരം പറയും. അത് അടിച്ച് ശരിയാക്കാനൊന്നും പറ്റിയതല്ല. ആ ഒരു സമയമുണ്ട്. നമ്മളൊക്കെ ആ സമയത്തിലൂടെ കടന്നുപോയ ആൾക്കാരല്ലേ. അതുകൊണ്ട് ഇതെല്ലാം പാലിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ. അപ്പോ വീട് നമ്മുടെ സ്വർഗമാണ്. ഇഹലോകത്തുള്ള സ്വർഗമല്ല, ശരിയായ സ്വർഗമല്ല. ആ നിലക്ക് കറക്റ്റ് നിസ്കാരം, സുബഹിന് എഴുന്നേറ്റില്ലെങ്കിൽ നല്ലൊരടിയന് കൊടുക്കണം. പറഞ്ഞു നോക്കുക. അത് മകളായാലും ശരി മരുവനായാലും ശരി, അടിക്കണ്ട. മരുവനെ ഉണർത്തണം, മരുമകളെ ഉണർത്തണം, ബാപ്പാനെയും മാനെയും ഉണർത്തണം. ഇതൊക്കെ സ്വർഗം കിട്ടാനുള്ള മാർഗങ്ങളാണ്. ആ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുക. അവധിയും ആരോഗ്യവും പാഴാക്കരുത്. വെറുതെ ഇരിക്കരുത്, വെറുതെ നടക്കരുത്, വെറുതെ ഉറങ്ങരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണേ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണേ.